ഹലോ, ഞാനിവിടെ ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ പോവാണ്. ഞാനിതാ ചില്ലി പൗഡർ, ഓക്കെ, ചില്ലി ചിക്കൻ പൊടി പൊടിക്കുകയാണ്. ഒരു മുട്ട കേട്ടോ, ഒരു മുട്ട ഇട്ടിട്ടുണ്ടേ. കോൺഫ്ലവറിൻ്റെ പൊടി, ഉപ്പിൻ്റെ ഒരു തരി ഉപ്പ് ഇട്ട് നന്നായി കുഴച്ച് കേട്ടോ. മുട്ടയെല്ലാം മിക്സ് ആയിട്ടുണ്ട്, നല്ല മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ കുഞ്ഞു കുഞ്ഞായി അറുത്തതാണ്. ഞാൻ ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്, ചിക്കൻ ഫ്രൈഡ് റൈസ്. അതിനാണ് ഇത് ചെയ്യാൻ പോകുന്നത്. നന്നായി കഴുകിയത് കുഞ്ഞു കുഞ്ഞായി പീസ് കേട്ടോ, ചെറുത് എല്ലൊന്നും ഇല്ലാത്തത്, അങ്ങനെ ചെറുതാണ്, കണ്ടില്ലേ. ഇത് നന്നായി ഇളക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി തൊളിച്ചിട്ടില്ല, അതും ഇതിലിടണം. ഇനി അതൊക്കെ തൊളിക്കട്ടെ കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടി ചിക്കൻ ആക്കിയാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടില്ല, അതാ ഇടണം കേട്ടോ. ഇത് നന്നായി ഇളക്കുക, ഓക്കെ. ഒരു പാത്രത്തിൽ വെള്ളമാക്കിയിട്ടുണ്ട് കേട്ടോ, തിളയ്ക്കാൻ വേണ്ടിയിട്ട്. ഫ്രൈഡ് റൈസ് വെക്കാനാണ് ഞാൻ പോകുന്നത്. ഫ്രൈഡ് റൈസിൻ്റെ അരി നല്ല വലുതായിരിക്കണം കേട്ടോ. ഇത് ബിരിയാണി അരി, കുഞ്ഞു കുഞ്ഞു അരിയുള്ളത് ബിരിയാണി അരി. ഫ്രൈഡ് റൈസിന് ഇത്തിരി വലിയ അരി എടുക്കണം കേട്ടോ. ഒരു നാഴി എടുത്തിട്ടുണ്ട്. ഞാൻ 1.5 നാഴിയാണ് ഇവിടെ വെക്കാൻ പോകുന്നത്. 1.5 നാഴി കേട്ടോ. മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു തരി ഉപ്പിട്ടിട്ടുണ്ട്. ഒരു പൊട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ, ലേശം മതി. ഒരു പൊട്ട് ഒഴിക്കാൻ പറ്റുള്ളൂ, അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. നമ്മൾ ഇതിലേക്ക് വെള്ളം വാർന്നത് ഇടുന്നുണ്ട് കേട്ടോ. അരി വാറാൻ വെച്ചതല്ലേ, അതിടുന്നുണ്ട്. അരി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി അത് വേവട്ടെ കേട്ടോ. നമ്മൾ ഇതിലേക്ക് ചെറുനാരങ്ങ ഒരു മുറി കേട്ടോ. നല്ല ഇളക്കി കൊടുക്കുക. ഇത് വേകട്ടെ കേട്ടോ, പൊന്തിട്ടില്ല, കണ്ട വേകണുള്ളൂ. അപ്പോൾ ഉപ്പ്, ഒരു പൊട്ട് ഓയിൽ, ചെറുനാരങ്ങ വെച്ചിട്ട് വേവിക്കുക. വെള്ളം നന്നായി കാഞ്ഞിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഇത് വേകാനിടാം. ചിക്കൻ വേകാനിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇളക്കുമ്പോൾ തന്നെ നല്ലോണം വെക്കാൻ അറിയണവർക്ക് അറിയും വെന്തോ ഇല്ലയോ എന്ന് കേട്ടോ. വേവ് നോക്കേണ്ട ആവശ്യമില്ല, ഇത് വെന്തിട്ടില്ല. ഒരു പൊട്ടും കൂടി വേകണം, ഓക്കെ. എന്താ നോക്കാം. ഇതായിട്ടുണ്ട്, നമുക്ക് വാരി വയ്ക്കാം.
വാരിയിട്ടിട്ടുണ്ട്. അതിന് ഒരിക്കൽ കൂടി വേകാനിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെന്താന്ന് നോക്കാപ്പോഴേക്കും ഒരുവിധം ആയിട്ടുണ്ട്. ആവാറായിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഫുള്ളും ആയാലാണ് വേകുക. നല്ല ഒരു 1.5 ഗ്ലാസ് അരി ഇട്ടിരിക്കുന്നത്. ഓക്കെ, വേകട്ടെ കേട്ടോ. ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. അതാ വെള്ളം പാകമായി കണ്ടോ, കറക്റ്റ് വെച്ചത്. ഇനി ഇത് നമുക്ക് വടിക്കാൻ വെക്കാം. ഇതാ ചിക്കനും ആയിട്ടുണ്ട്. വെള്ളം വടിയാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഒന്നിനൊന്നിനും ഒട്ടാൻ പറ്റില്ല കണ്ട, മുല്ലപ്പൂ പോലെ ഇരിക്കണം. ഒട്ടിയാൽ നന്നായിട്ടുണ്ടാവില്ല, ടേസ്റ്റും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റ് ആണെങ്കിൽ പാകത്തിന് വേവുവാണേ. ഇട്ട് വെള്ളം വടിയാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ വറുത്ത എണ്ണ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കളയണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ അത് പിന്നെ ഉപയോഗിച്ച് നാളേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതാ ഇതിലേക്ക് വേണ്ടത് സബോള, ഗ്രീൻ പീസ്, പിന്നെ ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി നിങ്ങൾക്ക് ഇടാവേ. ഇതിലിടാൻ പറ്റും, നിങ്ങൾക്ക് അറിയണത് അത് ഇടാവേ കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതാ സബോള വതക്കിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതാ ഗ്രീൻ പീസും ക്യാരറ്റും. ഓക്കെ, വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി തട്ടിയതിടാവേ. ഇതാ എരിവ് ഇതിൻ്റെയൊക്കെ എരിവ് തന്നെ. ഇതിൽ വേറെ എരിവൊന്നും നമ്മൾ ഇടുന്നില്ലല്ലോ. ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് തട്ടിയതിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. അതൊന്ന് വേവട്ടെ കേട്ടോ. ഇതൊന്ന് പിടിച്ചാൽ എല്ലാം ഇളക്കി കൊടുത്തു. ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുറേ നേരമല്ലോ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. ഇപ്പോൾ ഇടക്കിടക്ക് ടെസ്റ്റ് ചെയ്ത് ഇത്രയായി. നമുക്കിതിലേക്ക് കൊട്ടാം. നമുക്ക് അവർ കഴിച്ചതിൻ്റെ ബാക്കി നമുക്ക് മതിയല്ലോ അല്ലേ. ഇത് നന്നായി ഇളക്കുക. ഇതിലേക്ക് ചിക്കൻ ഇട്ടോട്ടാ. ഇതിലേക്ക് വടിഞ്ഞത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചോറ് വടിഞ്ഞത് കൊട്ടി കൊട്ടിയിട്ടുണ്ട്. ഇളക്കി കൊടുക്കും. നമുക്ക് ഇതിലേക്ക് ഫ്രൈഡ് റൈസിൻ്റെ പൊടി കൊട്ടാം. കേട്ടോ, നന്നായി ഇളക്കുക. നമുക്കിതിലേക്ക് സോയാ സോസ്. ഓക്കെ, കുറേ സോയാ സോസ് ഒഴിക്കല്ലേ, കുറച്ച് കേട്ടോ, പാകത്തിന്. നമുക്കിതിലേക്ക് ഇനി തക്കാളി സോസ്. പാകത്തിന്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കുക. എല്ലാവിടേക്കും പിടിക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ കണ്ട ഒരു പാകത്തിന് നമ്മൾ ഇതെടുത്തുകൊണ്ട്
അങ്ങനെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ചെയ്ത് നോക്കണം. പ്രത്യേകിച്ചിട്ട് ഞാനിത് ചെയ്തത് നിങ്ങൾ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കണേ. അത്ര എണ്ണയൊന്നുമില്ല. പിന്നെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അങ്ങനെ എൻ്റെ ഫ്രൈഡ് റൈസ് റെഡി. ബൈ.